നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ലൊരു ഫ്ലേവറിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്ന് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 കപ്പോളം പാൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കാം. പാലൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു 1.5 ടേബിൾ സ്പൂണ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബൂസ്റ്റ് ഒന്ന് പാലിൽ മിക്സ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. ഇനി ഈ ഒരു ചൂടുള്ള പാലിൽ തന്നെ ബൂസ്റ്റ് മിക്സായി വരുമല്ലോ, പിന്നെ ഫ്ലെയിം ഓണാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ വാനില എസൻസ് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട. ഇതിൽ നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് ബൂസ്റ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒരു മിനിറ്റിൻ്റെ താഴേക്ക് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതാ കുറച്ചൊരു വലിയ ബബിൾസൊക്കെ വരും ഇതാ ഇതുപോലെ. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ ഇതുപോലെ മുട്ട പതിപ്പിച്ചെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് പെട്ടെന്ന് മിക്സ് ആയിട്ട് വരുള്ളൂ, പെട്ടെന്ന് നമുക്കത് പതിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ബാച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് ഇത് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പതഞ്ഞ് കിട്ടണം കേട്ടോ, എന്നാലുള്ള നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ബൂസ്റ്റ് കലക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് പാലാണല്ലോ നമ്മൾ മൊത്തം എടുത്തത്. അതിൽ നിന്ന് കുറച്ച് പാലേ ഇതിൽ ബൂസ്റ്റ് കലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിന് പകരം വേണമെങ്കിൽ നെയ്യ് എടുക്കാം. അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് മാവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഒരു 1/4 കപ്പ് ഓയിൽ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ കഴിക്കാനുള്ള കേക്ക് ആയതുകൊണ്ടാണ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ബട്ടർ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബട്ടറുമാണ്. നമ്മൾ ഫ്രഷ് മിൽക്ക് വാങ്ങിയിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബട്ടറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കുറേ മുന്നേ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി, തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മുടെ മുട്ടയുടെ മിക്സിൻ്റെ മേലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറേശ്ശെ മാവിലേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അരിച്ച് മിക്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തും ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ കുറേശ്ശെ അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒന്നിച്ച് അരിച്ചിട്ട് കൊടുക്കേണ്ട, ഒരു 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ബൂസ്റ്റിൻ്റെ ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു കേക്കിന് നല്ലൊരു ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ട പതിഞ്ഞ് പൊങ്ങിയതൊന്നും താഴ്ന്നു പോകാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ ബീറ്റർ ഇല്ലാതെയും നമുക്ക് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടത് നമ്മുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പിന്നെ വെള്ള ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഇതുപോലെ കേക്കിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ടീ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ലിങ്ക് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് കംപ്ലീറ്റ് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബൂസ്റ്റിൻ്റെ ആ ഒരു മിക്സും ചൂടോട് കൂടി തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാൻ എടുത്ത ബൗൾ കുറച്ച് ചെറുതായി പോയിട്ടോ. ഇതിനേക്കാളും കൂടുതൽ വലിയൊരു ബൗളിൽ എടുക്കേണ്ടിയിരുന്നു. എന്നാൽ മിക്സ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഞാൻ നിറഞ്ഞ് വന്നു. ഇനിയിപ്പോൾ ബൗൾ മാറ്റുന്നൊന്നുമില്ല. ഈ ഒരു ബൗളിൽ വെച്ചിട്ട് തന്നെ പതുക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ. ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത്, കുക്കറിലാണെങ്കിൽ കുക്കർ ഇതുപോലെ ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട്, അതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ബേക്ക് ചെയ്യാം, പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ബേക്ക് ചെയ്യാം. അടച്ചു വെക്കാൻ പറ്റുന്ന ചെമ്പിലോ ഏത് പാത്രത്തിൽ വേണമെങ്കിലും, ആവിയൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ അടച്ചു വെക്കാൻ പറ്റുന്ന ഏത് പാത്രത്തിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓവനില്ലാതെ ബേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു സ്ക്വയർ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു കറക്റ്റ് പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടീ കേക്ക് ആകുമ്പോൾ നമുക്ക് സ്ക്വയറിലോ അല്ലെങ്കിൽ ടീ കേക്കിൻ്റെ ബ്രെഡിൻ്റെ ഒക്കെ ഒരു മോൾഡ് ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യാവും കേട്ടോ നല്ലത്. അപ്പോൾ അത് അടിയിൽ ഞാനൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതുപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോളും. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 35 മിനിറ്റാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കത്തി കൊണ്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. പിന്നെ ഓവൻ്റെ ടെമ്പറേച്ചറും ടൈമും നമ്മുടെ ഓവനനുസരിച്ചിട്ടാണ് കേട്ടോ. ഓരോ കമ്പനിയുടെ ഓവനും ഓരോ ടെമ്പറേച്ചറും ഓരോ ടൈമൊക്കെ ആവും ബേക്കിങ്ങിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഓവനനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടിയിലുള്ള ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനാണ് കേട്ടോ സാധാരണയായിട്ട് ഈ ഒരു ഫ്ലേവറിലുള്ള കേക്ക് ഏറ്റവും നല്ലത്. ഇനി ക്രീം ചെയ്യണമെങ്കിൽ ക്രീം ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നല്ല പാൽച്ചായയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്